ഹലോ ഗൈസ്, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ബസ് സിമുലേറ്ററിൽ ഇതേപോലെ മൂടും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യാന്നുള്ളതാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ മൂടും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തെടുക്കാൻ പറ്റും. സോ ആ ട്രിക്ക് ഞാൻ പറയാം. സോ ഓക്കെ, അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണം. സോ പിന്നെ നമ്മൾ തൊട്ട് കണ്ട ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കണേ. സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനൊരു ആപ്പാണ് കേരള ബസ് മോഡ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ആപ്പ് നേരെ ഓപ്പൺ ചെയ്യാം. സോ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ മോഡ് ആൻഡ് ലൈബ്രറി ഹോൺസ് മാപ്പിൻ്റെ മോഡ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ എനിക്ക് ഇതിൽ ഇഷ്ടമുള്ള നിങ്ങൾ മോഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ബസ്സിൻ്റെ മോഡാണോ കാറിൻ്റെ മോഡാണോ ട്രക്കിൻ്റെ അതർ മോഡ്സിൻ്റെ ഒക്കെ ഉണ്ട്. സോ ഞാനിവിടെ ബസ്സിൻ്റെ മോഡ്സാണ് ക്ലിക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും കുറേ ബസ്സിൻ്റെ മോഡ്സും കാര്യമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത് വെച്ചാൽ പ്രകാശ് സെഡ്വെഗ V1 ആണ്. സോ അത് ജയ്ഗുരുവിൻ്റെ ആണ്. സോ ഇത് നമ്മൾ വാച്ച് ആഡ് ടു അൺലോക്ക് പറയുമ്പോൾ സോ നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ആഡ് വരും. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുള്ളൂ. നമ്മൾ ആ ഒരു ആഡും കാര്യമൊക്കെ കണ്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു മോഡ് ഡൗൺലോഡ് ആവുന്നേ ഉള്ളൂ. സോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആ ഒരു മോഡ് കാര്യമൊക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലൈബ്രറി ഉണ്ടല്ലോ, സോ ലൈബ്രറിയിൽ പോവുക. എന്നിട്ട് നിങ്ങൾ മോഡ് ലൈബ്രറീസ് കൊടുക്കുക. സോ അപ്പോൾ നിങ്ങൾക്കിവിടെ കുറേ ബസ്സിൻ്റെ ഇതും കാണുന്നതായിരിക്കും. സോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ആ ഒരു ബസ് ജയ്ഗുരു ഉണ്ടല്ലോ, സോ പ്രകാശ് സെഡ്വെഗ V1. സോ അതാണ് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സോ നമ്മൾ അത് കണ്ട ബസ് അതാണ് ജയ്ഗുരു ജിൻ എന്നാണ്. സോ അതിൻ്റെ ലൈബ്രറിയാണ് നിങ്ങളിപ്പോൾ കണ്ടുവന്നിരിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ആഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ നേരെ ബസ് സിമുലേറ്റർ ഓപ്പൺ ചെയ്യാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ബസ് സിമുലേറ്ററിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. സോ ഈ നമ്മൾ ഈ മോഡ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടല്ലോ, സോ ആ ഒരു മോഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ. സോ എന്നിട്ട് നിങ്ങൾ ഇമ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, സോ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഡിവൈസസ് ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രകാശ് സെഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. സോ ഏറ്റവും അടിയത്തെ. സോ നിങ്ങളതൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആണോ അതോ മണി ആണോ എന്നുള്ളത് ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ രണ്ട് ഓപ്ഷനിൽ ഏതാണ് ക്ലിക്ക് ചെയ്യാം. സോ ഗൈസ്, ഒക്കെ നമ്മുടെ ആ ഒരു മോഡും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഗ്യാരേജിലേക്ക് പോവുക. സോ ഒക്കെ നിങ്ങൾ ഗ്യാരേജിലോട്ട് പോയിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ അടുത്തൊരു ഓപ്ഷനിൽ കാണുന്നുണ്ടാവും, ഒരു ആരോ മാർക്ക് ഉണ്ടാവും, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ നമ്മുടെ ഒരു ജയ്ഗുരുവിൻ്റെ ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. സോ ഇത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്. സോ അതുകൊണ്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ അഥവാ നിങ്ങൾക്ക് ഇത് ഈ ഒരു ബസ്സിൻ്റെ ഇത് ലൈബ്രറി ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈറ്റ് കളറാണെന്ന് കാണണമെങ്കിൽ നിങ്ങൾ ഗ്യാരേജിൽ പോയിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, കളറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ബ്രൗസ് ലൈബ്രറി പോവുക. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു വേണ്ടൊരു ലൈബ്രറി അവിടെ ഉണ്ടാവും, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച്. സോ അത് ക്ലിക്ക് ചെയ്താൽ മതി. സോ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സോ ആൻഡ് ഈ വീഡിയോ മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. സോ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.